उत्तम केकले जिंदगी में आगे बढ़ना है, डरना मत, आगे जाना है, कुछ भी हो। അയ്യോ കുത്തി കയറ്റി കുത്തി കയറ്റി ആ പറ. അത് ഇങ്ങനെ എല്ലാ ഭാഷയിലും പറയാൻ പറ്റും. എന്ന് മാത്രമേ അറിയത്തുള്ളൂ. എല്ലാ ഭാഷയിലും പറഞ്ഞാൽ കൺട്രി മലയാളികളൊക്കെ ട്രിപ്പ് അടിച്ചു മാറ്റി ആരും കേൾക്കാത്ത കോട്ട്സ് ഒക്കെയാണ് അച്ഛൻ പറയുന്നത്. ഇത് ചൊവ്വാഴ്ചയാണോ? ചൊവ്വാഴ്ചയാണ്. കലൂരുപള്ളിയിലെ തിരക്ക് പോയി ഇതിൽ പോകുമ്പോഴാണ് ചൊവ്വാഴ്ചയെന്ന് മനസ്സിലാവുന്നല്ലേ. എന്റെ ഹോസ്പിറ്റൽ എത്തി. ഇതൊക്കെയാരാണ്? സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നാളെ ഡോക്ടറെ കാണാൻ വരണം. എൻ്റെ ഡോക്ടറെ സ്കാൻ ചെയ്യുന്ന വേറെ ഡോക്ടറാണ്, ഫീറ്റൽ മെഡിസിൻ്റെ ഡോക്ടറാണ്. സ്കാനിങ് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം നാളെ ഡോക്ടറെ കണ്ടാലേ ബാക്കി അറിയത്തുള്ളൂ. വിശന്ന് എൻ്റെ ഊപ്പാടിളകി. എപ്പോൾ ഹോസ്പിറ്റലിൽ വന്നാലും ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഒരു ഷോപ്പല്ല ഹോട്ടലാണിത്. ഹോട്ടൽ സെയിൻ സാധാ ഒരു നോർമൽ ഷോപ്പാണ്. പക്ഷേ എന്താ പറയുക, ഭയങ്കര ടേസ്റ്റ്. ഇവിടുത്തെ എപ്പോഴും ഞാൻ വാഴയിലെ ചോറാണ് കഴിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ വൈകുന്നേരം ആയത് കാരണം ഞാൻ അൽഫാം കഴിക്കാം. ആൽബസിന് എപ്പോഴും അൽഫാം കഴിക്കും. ഞാൻ ഇലയിൽ ചോറുണ്ട്. ഇന്ന് ഞാൻ അൽഫാം ട്രൈ ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ ഭയങ്കര രസമാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ഡ്രൈ ആണ് തോന്നുന്നു. അത് ബ്രാന്നിരിക്കുന്നു. ഡ്രൈ ആക്കി കളഞ്ഞു. മുക്കി തിന്നണം. ഞാൻ അൻപിച്ചതാണ് എപ്പോഴും ഭയങ്കര ടേസ്റ്റാണ്. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ആൽബിച്ച് പറഞ്ഞിട്ട് എന്നെയാണ് ട്രൈ ചെയ്തത്. എപ്പോഴും നല്ല പക്ഷെ ഇവിടുത്തെ എല്ലാം നല്ല എപ്പോഴും അല്ലേ. ഇഷ്ടമല്ല ഇത്രയും ട്രൈ ആക്കണ. ഉണക്കമീൻ വറുത്ത് വയറൊക്കെ നിറച്ച് ഫുഡ് കഴിച്ച് ഞങ്ങൾ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇങ്ങോട്ട് തിരിച്ച് ഫ്ലൈറ്റിലോട്ട്. നാളെ ഇനി മന്നം ഡോക്ടറെ കാണാൻ. അയ്യോ വയറ് നിറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു, നടക്കാൻ പറ്റണില്ല. അടുത്തതായി ആൽബിച്ചൻ ആലപിക്കുന്ന ഒരു ഗാനം നമുക്ക് കേൾക്കാം. പാട്. രാവിലെ സൂരജ് പറഞ്ഞു
നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. അഭിനയിക്കണം എന്താ വ്ളോഗിലൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്നത്. ഞാൻ അഭിനയിക്കും നാച്ചുറലാണെന്ന് അച്ഛൻ ശ്രദ്ധിക്കാറില്ല ഞാൻ വ്ളോഗിൽ. പക്ഷെ പാട്ട് പാടുക പക്ഷെ ഇങ്ങനെ എൻ്റെ വ്ളോഗിൽ ഇങ്ങനെ ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛനൊന്നും ഉണ്ടാറില്ല. പാറക്കുറ്റി പോലെ ഇരിക്കും. സിഗ്മ മെയിലാണെങ്കിൽ പിന്നെ നാണമുണ്ടോ? അതെങ്ങനെ ഒരാൾ കല്യാണം കഴിച്ച് അയാളുടെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ അയാൾ എങ്ങനെ സിഗ്മ മെയിലാവും? അതെനിക്കൊരു ലോജിക്ക് മനസ്സിലായില്ല. പാട്ട് പാട്. സിഗ്മ മെയിൽസൊക്കെ പാട്ടൊക്കെ പാടും. പാടത്തുമ്പാലെ ചെത്തിയാലും കൂട്ടൊന്നും വിട്ടല്ലേ തൊട്ടാവാടി അങ്ങേതോ നാട്ടീന്ന് കുമാരൻ നിലവിളക്കിൻ തിരിതെളിക്കണം നിറ പറയത് വേണം. അച്ഛനുവേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടാണ്. ഉരവയിടാൻ പോകുമ്പോത്തോളം മുത്തമ്മേ ഡിങ് 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 ഡിങ്. അച്ഛൻ്റെ സിഗ്മ മെയിൽ പട്ടമൊക്കെ ഞാൻ കളഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം റീല് പോസ്റ്റ് ചെയ്തു. അത് കാണാത്തവർ കാണണം. ഈ ക്ലാസ് പറയുന്നത് അത് കാണുമ്പോൾ മനസ്സിലാവും സിഗ്മ മെയിലാണോ ആൽഫ മെയിലാണോ ബീറ്റാ മെയിലാണോ. ആശ്രയിച്ച് തോന്നാറില്ലേ പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ. ഞങ്ങളെവിടെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നെട്ടും. ഞാൻ ബസ്സിലാണോ കാറിലാണോ ഞാൻ ഇരിക്കുന്നത് എനിക്കറിയില്ല. അയ്യോ ഈ ബസ്സിന് സരി പെയിന്റ് ഒന്നും ഇല്ലാത്ത പൊന്നും നമ്മളെ ഉരച്ചു കളയാൻ. ഇതെന്തത് ഫ്രണ്ടിൽ എന്താ ഫ്രണ്ട് എന്താ ഇത് കാണുന്നില്ലല്ലോ. അത് നോക്കി ക്രഷറോ ഫ്രണ്ടിൽ. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാനിരിക്കുന്നത്. ആൽബിച്ച കണ്ടോ വണ്ടിയൊക്കെ എങ്ങനെയാ കൊണ്ടേ നിർത്തുന്നതെന്ന് ഒരു ശ്രദ്ധയില്ല. കാണാം. ഇത് ഞാൻ അമ്മച്ചിക്ക് അയച്ചു കൊടുക്കും. ഈ ക്ലിപ്പ് കട്ട് ചെയ്ത് ഞാൻ അയച്ചു കൊടുക്കും. വെള്ളം വേണ്ട എനിക്ക്. കണ്ടോ അമ്മ ഇത് കണ്ടോ? ഇത് എങ്ങോട്ട് പോകണ ദിവസം ചോറ്റാനിക്കറിയോ? അതൊന്നും എനിക്കറിയില്ല. അങ്ങോട്ട് പോകണം. നോക്ക് ആ പിന്നല്ല ഇല്ല കൊണ്ടൊന്നും തരില്ല. ചേട്ടൻ്റെ കപ്പലണ്ടി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കടലാന്ന് പറയും. എത്ര രൂപ? ഗൂഗിൾ പേ ഇടേ? ഗൂഗിൾ പേ ചൂടുണ്ട്. ആഹാ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടല്ലോ ഇപ്പം എല്ലാവർക്കും ഉണ്ട്. ശരിക്കും ഏറ്റവും അഡ്വാൻസ്ഡ് പേയ്മെന്റ് സിസ്റ്റം നമ്മുടെ ദുബായിലൊക്കെ ഊബറ. ഇതെന്താ രണ്ടെണ്ണം എന്തിനാ? One for me, one for Aguila. പറ. മമ്മിക്ക് ഇഷ്ടമാണ്. മമ്മിക്ക് കൊടുക്കണില്ലേ? എനിക്കിഷ്ടമല്ല. നല്ല ചൂടുണ്ട് കേട്ടോ. തിളക്കണ ചൂടുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചാ? കരിക്കില്ലല്ലോ. ഇന്ന് വാങ്ങിച്ചോ? ഞാൻ മാത്രം. അയ്യോ ഞാൻ വേർത്ത് ഒഴുകി. അതവിടെ ഇടണ്ടാന്ന് മമ്മി പറഞ്ഞു. ഇടണ്ടാന്ന് പറഞ്ഞു. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങളിന്ന് എന്താ ഹോസ്പിറ്റലിൽ പോവാണ്. ഡോക്ടറൊക്കെയാണ് ഇന്നലെ സ്കാനർ റിപ്പോർട്ടൊക്കെ കിട്ടി. ഇന്ന് പോവാണ്. നിങ്ങൾ എന്നാലും എന്നെ കാണില്ല. അയ്യോ ടാറ്റാ. ഹലോ ഗായ്സ്, പ്രശസ്തരാണ് ആർട്ടിസ്റ്റ് അലിമെറ്റസൊക്കെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ഡേ പോണു വളി പിടിച്ചു വൃത്തികെട്ടവൻ ശവം. എന്തു വച്ചാ അല്ലെങ്കിൽ ഇതൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് തിരിച്ചു വരികയാണ് ഗായ്സ്. ഡോക്ടറെയൊക്കെ കണ്ടു. ഡോക്ടർ എന്നോട് നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഫുഡ്
ഞാൻ പറഞ്ഞു ഡോക്ടറോട് ആൽബിസിന് എനിക്കൊന്നും തരുന്നില്ല. 2 സ്പൂൺ വേ പ്രോട്ടീൻ, 10 മുട്ട. 10 മുട്ടയല്ല, 3 മുട്ടയൊക്കെ തിന്നാന്ന് പറഞ്ഞു. 5 മുട്ട, 5 എഗ് വൈറ്റ് ചെയ്യുന്നു. എനിക്ക് വൈറ്റ് ഇഷ്ടമല്ല. എനിക്ക് മറ്റേ ഞാൻ ഫ്രഞ്ച് ഓംലെറ്റ് ഉണ്ടായിരുന്നു. പാലൊക്കെ നല്ലപോലെ കുടിക്കാൻ പറഞ്ഞു. ഒരു എഗ്ഗിന്റെ വൈറ്റ് ഞാൻ തിന്നുമ്പോ ഇനി കണ്ണ് വെച്ചാലാണ്. ഒരു എഗ്ഗിന്റെ മഞ്ഞയും 5 എഗ്ഗിന്റെ വൈറ്റും കൂടി മിക്സ് ചെയ്ത് എൻ്റെ ഒരു പ്രധാന ഐറ്റം ഉണ്ട് ഫ്രഞ്ച് ഓംലെറ്റ്. ഇപ്പം ഭക്ഷണമൊക്കെ കഴിക്കണം. ഇനി അത് അടുത്ത 2 ആഴ്ച വരെ ചെക്കപ്പിന് വരുമ്പോ നല്ല പോലെ പ്രോട്ടീൻ ഒക്കെ കഴിച്ച് വരാൻ പറയുന്നത്. 1.5 ഗ്രാം പ്രോട്ടീൻ ഡെയിലി കാലത്ത് കൊടുക്കും മോനെ. ശരിയായി പറയാനേ ഇനി തീറ്റയാണ്, ഒന്നുമില്ല, എപ്പോഴും തീറ്റയായിരിക്കും. ഞാൻ നല്ല പോലെ ഫുഡൊക്കെ അടിക്കും. പക്ഷെ അത് ഫുഡിൻ്റെ അല്ല പോലും, ബിക്കോസ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഡയറ്റിൽ 1 ഗ്രാം പ്രോട്ടീൻ ആക്ച്വലി ഉണ്ട്. നീ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായി. പക്ഷെ അതിൻ്റെ ഫുഡിൻ്റെ അല്ല. ഹലോ ഗൈസ്, എന്നെ ഇട്ടിട്ട് പോയി ഗൈസ്. ആരോ കാണാൻ പോയി. ഞാൻ പോസ്റ്റിന് ചെറുക്കൻ ഇങ്ങനെയാ, ആരെല്ലാം കാണണം തോന്നി അങ്ങ് പോവും. വണ്ടിയിലിരിക്കുന്ന ഒരു പോസ്റ്റ്. എനിക്ക് പ്രത്യേകിച്ച് ക്ഷീണമൊന്നും ഇല്ലാത്തവരണം കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഞാൻ പാത്തിച്ചേനെ. ഓണ്ടിരിക്കുന്നു, കത്തി അടിച്ചോണ്ടിരിക്കുവാന്ന്. സംസാരിക്കട്ടെ. ഹലോ ഗായ്സ്, അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി ഞങ്ങൾ തിരിച്ച് വന്നു. ഒന്ന് ഉറങ്ങി എണീറ്റ് ഇപ്പം ഞങ്ങൾ പുറത്ത് ജസ്റ്റ് ചുമ്മാ ഒന്ന് വന്നതാണ് ഒരു കോഫി കുടിക്കാൻ. ഭയങ്കര ക്ഷീണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് കറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങളിവിടെ CCD കയറി ഒരു കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ചോക്ലേറ്റ് മോക്ക, അല്ല കഫേ മോക്ക. ഇത് വൈറ്റ് മോക്ക. ഇതെൻ്റെ ഫേവറേറ്റാണ്. ഞാൻ എപ്പോഴും എല്ലായിടത്തും പോയിട്ട് കഫേ മോക്ക, CCDയിലെ കഫേ മോക്ക ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? മധുരമില്ല. അതെ, ചോക്ലേറ്റ് മിക്സ് ആയിട്ടില്ല. ശരി, കുറേ കോഫി പൗഡറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അടിച്ച് ശരി. സ്റ്റോപ്പ് ആൻഡ് സ്മെൽ ദ കോഫി. നൈസാ, കൊള്ളാം, കുഴപ്പമില്ല. ഇതാണ് ഗൈസ് എൻ്റെ ഫേവറേറ്റ് കോഫി. കാപ്പി സ്ട്രീറ്റിൽ കാപ്പി സ്ട്രീറ്റ് ഇതാണ് കഫേ മോക്ക. ഇതുകൊണ്ട് CCDന്ന് കുടിച്ചത് ഡ്യൂപ്ലിക്കേറ്റ് കഫേ മോക്ക. ഇത് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടം ഇതാ. നല്ല ചോക്ലേറ്റ്. അത് കുടിച്ചിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഞാൻ മാത്രം ഇത് കുടിക്കുകയാണ്. കറുത്ത് കഷായം പോലെ ഇരിക്കുന്നുണ്ട്.
കാപ്പി സ്ട്രീറ്റ്. ഞാൻ മിക്ക ദിവസം ഇവിടെ ഒന്ന് കുടിക്കും, ഇല്ലയോ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യും. കാര്യം ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഫ്ലാറ്റ്, പക്ഷേ ഇവിടെ വരാൻ മടിയായിട്ട് സ്വിഗ്ഗി വരെ ഓർഡർ ചെയ്ത് കുടിക്കാറുണ്ട്. ബൈ, ടാറ്റാ. കാപ്പി സ്ട്രീറ്റ്. ടാറ്റാ. ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞു, ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോകും. ഗായ്സ്, ഞങ്ങൾ ഫ്ലാറ്റ് എത്തി ഗായ്സ്. ഇനി നമ്മൾ എവിടെയെങ്കിലും പോവോ? ഇല്ലല്ലോ, വേണ്ട. അങ്ങനെ ഫ്ലാറ്റിലെത്തി. ആൽബിച്ചൻ കാറ് പാർക്ക് ചെയ്യാൻ പോയി, ഞാൻ ഫ്ലാറ്റിലോട്ട് പോകുന്നു. ആദ്യം വന്നിട്ട് കഴിപ്പം അടുത്തും ഭയങ്കര ടയേർഡായി. ഇനിയിപ്പം നൈറ്റ് എവിടെയും പോവില്ലായിരിക്കും. ഇനിയിപ്പം ഒന്ന് ടയേർഡായി, ഇന്ന് ഉറങ്ങി എണീറ്റാറിനൊരു ഇതുണ്ട്. എന്തായാലും ഇനി പോവില്ല. പോകണമെങ്കിലും പള്ളിയിലൊന്നും പോകണമെന്നുണ്ടായിരുന്നു, കല്ലൂർ പള്ളിയിൽ. പക്ഷേ ഇനി പോകാൻ ചാൻസ് ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ എവിടെ പോവുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വൈൻഡപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് കാണാം. ബൈ.